മായ ഈ നല്ല രാത്രി സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിലേക്ക് നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണല്ലോ. വിശേഷാൽ ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സണ്ണി അവർകൾ, തന്റെ കുടുംബം, ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലും ദൈവസഭയിലുമായിരിക്കുന്ന എല്ലാ മക്കൾ, പൗരമായ ഗാനങ്ങൾ ആലപിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് അവർകൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വേദപുസ്തകം തുറന്ന് വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശനമായി തന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 10. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എല്ലാവരും ഒന്ന് പറയാമോ? കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാത്രി നിങ്ങളോട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രവചിച്ചിരിക്കുന്ന പ്രവചന ശബ്ദങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരേ ഒരു പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. നമുക്കറിയാം, യേശു തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്ന കാലം മുതൽ ദൈവസഭയുടെ ചരിത്രം നാം ഒരുമിച്ചൊന്ന് പരിശോധിച്ചാൽ വേദപുസ്തകത്തിൽ പ്രവചനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വെളിപ്പാട് പുസ്തകം എന്ന ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഈ ഒരൊറ്റ വാക്യം എടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ടറിയാം പരിമിതമായ ഒരു സമയമാണ്, എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുകയാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം എനിക്ക് പറയേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ ഈ 10-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനവും ദൈവരാജ്യത്തിന്റെ സുവിശേഷവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയുണ്ടായി. നിങ്ങളൊന്ന് നോക്കിക്കേ, ദൈവകൃപയോടെ അഭിഷേകത്തോടെ ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിച്ച ഈ ദൈവ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പത്മോസിന്റെ അനുഭവം വെളിപ്പെടുകയാണ്. ഈ മനുഷ്യൻ ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവിന്റെ മാർവിൽ കിടന്ന് യേശുവിന്റെ സ്നേഹം ആഴമായി അനുഭവിച്ച, അല്ലെങ്കിൽ യേശുവിന്റെ മാറിടത്തിന്റെ ചൂട് നന്നായി അറിഞ്ഞ ഒരു ദൈവ മനുഷ്യനാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. തന്റെ ശുശ്രൂഷയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ താൻ എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് വന്നു. അവിടെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്ത് താൻ ഒരു സെന്റർ പാസ്റ്റർ എന്ന നിലയിൽ അവിടെ ഇരിക്കുന്ന കാലം, അതിനുശേഷം തന്റെ ജീവിതത്തിൽ വേഗത്തിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. പത്മോസ് എന്ന ദ്വീപിലേക്ക് വിടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ അവസാന ദിവസങ്ങളിലേക്ക് നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഇതേപോലെ പറയാൻ സാധ്യതയുണ്ട്. പത്മോസിലേക്ക് യോഹന്നാനെ തള്ളിവിട്ടതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം ചില സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടും. എന്ത് എന്നുള്ള ചോദ്യം നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്. കർത്താവേ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത് ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണല്ലോ എന്റെ ജീവിതത്തെ സംഭവിച്ചത് എന്നുള്ള ചോദ്യം നമ്മളിൽ പലർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ
ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറഞ്ഞ് ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പദ്ധതിയിൽ ഒരു പത്മോസ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ പത്മോസിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്വമല്ല, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് പത്മോസ് എന്ന ദ്വീപിലേക്ക് താൻ നാട് കടത്തുമ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നത് കൊണ്ട് അതിന്റെ മുഴു ഉത്തരവാദിത്വം ദൈവത്തിന്റെയാണ്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഇടപെടുകയാണ്. ഇത് എന്റെ ഉത്തരവാദിത്വം, അതിന്റെ നടുവിൽ ഞാൻ അയച്ചു എങ്കിൽ, ആമേൻ, പത്മോസ് എന്ന ദ്വീപിലേക്ക് ഞാൻ നിന്നെ തള്ളിവിട്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെയാണെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്റെ ദൈവത്തിന് നന്ദി പറയുവാൻ ഇടയാകട്ടെ. അങ്ങനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് താൻ നാട് കടത്തുകയാണ്. ഞാൻ ഈ പത്മോസിനെ കുറിച്ച് വേഗത്തിൽ ഒന്ന് വിശദീകരിക്കാം. അതിനുശേഷം ആണ് ഈ വാക്യത്തിലേക്ക് എനിക്ക് മടങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. എന്താണ് പത്മോസ്? ഞാൻ വേഗത്തിൽ ഒന്ന് വിശദീകരിക്കാം. പത്മോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒരു ഒറ്റപ്പെട്ട ദ്വീപ് എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റപ്പെട്ട ഒരു ദ്വീപ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. തരിശു നിലമാണ്. ഒത്തിരി പാറക്കെട്ടുകൾ ഈ ദ്വീപിനകത്തുണ്ട്. അന്നേരം നമ്മൾ ഇതിന്റെ ഭൂപ്രകൃതി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതിനകത്തൊരു മനുഷ്യൻ കയറിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കൽ പോലും പുറത്തു വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ പത്മോസിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പത്മോസിനകത്ത് കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ അവസാനം കുറിക്കപ്പെട്ടു എന്നാണ് വേദപുസ്തകത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിരിച്ചുവരവില്ലാത്ത സ്ഥലമാണ് പത്മോസ്. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാം ദിവസം ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവ പൈതലെ, വളരെ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുകയാണ്. തിരിച്ചുവരവില്ല എന്നുള്ള ഒരു സാഹചര്യത്തിനകത്ത് ഇനി ഒരിക്കൽ പോലും ഒരു മടങ്ങി വരവില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അതിശക്തമായി ഇടപെടുകയാണ്. തിരിച്ചു വരവില്ല എന്ന് ലോകം പറഞ്ഞാലും ദൈവത്തിന്റെ പദ്ധതിയിലാണ് പത്മോസിലേക്ക് ദൈവം അയച്ചതെങ്കിൽ അവിടെ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന് മടക്കി വരുത്താൻ കഴിയും. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? അഭിഷേകത്തിന്റെ നിറവിൽ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ ദൈവശബ്ദം കേൾക്കുന്ന പലരും ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ജീവിതത്തിൽ ഇനി ഒരു മടങ്ങി വരവ് ഉണ്ടാകത്തില്ല. ദൈവമക്കളെ, നമ്മളൊക്കെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച കാലമെന്ന് നോക്കിക്കേ. എത്രയോ ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നതിൽ പലപ്പോഴും സംഭവിക്കുന്ന തകർച്ചകളുണ്ട്. ആ തകർച്ചകളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും എനിക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയത്തില്ലെന്നാണ് ഞാനും നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഇന്ന് രാത്രി സ്വർഗം പറയുകയാണ്, എത്ര വലിയ പാപത്തിലേക്ക് പോയാലും, എത്ര വലിയ തകർച്ചയിലേക്ക് പോയാലും അവിടെ നിന്ന് എന്റെ ദൈവത്തിന് എന്നെ നിങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാനും നിങ്ങൾ വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു പത്മോസ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ പത്മോസിന്റെ ഉത്തരവാദിത്വം ദൈവമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല, മടക്കി വരുത്തേണ്ടതും ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇന്ന് രാത്രി ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, എനിക്കിനി ഒരു മടങ്ങി വരവില്ല, എന്റെ ജീവിതത്തിൽ അത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്ന് രാത്രി ചിന്തിക്കുന്നെങ്കിൽ, ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എന്റെ ദൈവം നിങ്ങളെ മടക്കി വരുത്തുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്തി പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ഞാൻ പ്രവചന ശബ്ദമാണ് വിളിച്ചു പറയുന്നത്, എന്റെ ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആരെങ്കിലും നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവൻ നിങ്ങളെ മടക്കി വരുത്തുന്ന ദൈവമാണ്. അവൻ നിങ്ങളുടെ തലമുറകളെ മടക്കി വരുത്തുന്ന ദൈവമാണ്. അവൻ നിങ്ങളുടെ നന്മകളെ മടക്കി വരുത്തുന്നത്. എവിടെയെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്നെ മടക്കി വരുത്തുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. എത്ര പേർ ആമേൻ പറയും? വളരെ ശക്തമായി
പ്രവചനാത്മാവിൽ ഇന്ന് രാത്രി ആ ഹോളിൽ ഇരിക്കുന്ന ദൈവജനത്തോട് ശക്തമായി പറയുന്നു. ഒരുപക്ഷെ നിന്റെ ഭാര്യ മടങ്ങി വരത്തില്ലെന്ന് പറയുന്നുണ്ടായിരിക്കാം, ഭർത്താവ് മടങ്ങി വരത്തില്ലെന്ന് പറയുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ തലമുറ മടങ്ങി വരത്തില്ലെന്ന് പറയുന്നുണ്ടായിരിക്കാം, എന്റെ നന്മകൾ ഒരിക്കലും മടങ്ങി വരത്തില്ല എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി അത് ഒരിക്കലും എന്റെ കയ്യിലേക്ക് വരത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ രാത്രി സ്വർഗം പറയുന്നു, ആരാണ് പറഞ്ഞത് മടങ്ങി വരത്തില്ലെന്ന്? അത് നിന്റെ കയ്യിലേക്ക് മടക്കി വരുത്തുവാൻ എന്റെ ദൈവ ശക്തനായ ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവരുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. മടങ്ങി പറയുന്നു എന്ന് പറഞ്ഞ മടങ്ങി വരവ് അസാധ്യമാണ് പത്മോസ്. രണ്ട്, പത്മോസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്ന് പറഞ്ഞ ഒറ്റപ്പെടലിന്റെ സ്ഥലമാണ് പത്മോസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒറ്റപ്പെടലിന്റെ സ്ഥലമാണ് പത്മോസ്. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരുത്തനകത്ത് കയറിയാൽ മടങ്ങി വരത്തില്ലെന്ന് ഞാൻ പറയുമ്പോൾ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന്റെ ഇടമാണ് പത്മോസ് എന്ന ദ്വീപ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നാം ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുത്തും. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവികമായ ചില ഒറ്റപ്പെടലുകളുണ്ട്. ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും ദൈവം എന്നെ ഒറ്റപ്പെടുത്തത്തില്ലെന്നാണ് നാം പലപ്പോഴും പറയാറുള്ളത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, യെസ്, ദൈവത്തിന്റെ പദ്ധതിയിൽ ഒറ്റപ്പെടലുകളുണ്ട്. എല്ലാവരും പറഞ്ഞ ദൈവത്തിന്റെ പ്ലാനിനകത്ത് ഒറ്റപ്പെടലുകളുണ്ട്. മേ ബി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുന്നത്. ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ദൂതിതാണ്, ദൈവത്തിന്റെ പ്ലാനിൽ ഒറ്റപ്പെടലുണ്ട്. ഞാൻ അതൊന്ന് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട മനുഷ്യരെ നമുക്ക് വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയും. ഞാൻ 3 പേരെ വേഗത്തിൽ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ജീവിതത്തിൽ ദൈവിക പദ്ധതിയിൽ ഒറ്റപ്പെട്ടു പോയവർ അവരാരൊക്കെയാണ്? വേഗത്തിൽ ഞാൻ അവരുടെ പേരുകൾ പറയും. ഒന്ന്, പഴയ നിയമത്തിലെ ജോസഫ് എന്ന ദൈവ മനുഷ്യൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവൻ. തന്റെ മേൽ ഒരു സ്വപ്നം ദൈവം പകർന്നു. 2, ആ വാർദ്ധക്യത്തിൽ ഉണ്ടായ മകനായതുകൊണ്ട് ആ പിതാവ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, ആ പിതാവ് ഭയങ്കരമായിട്ട് ഈ കുഞ്ഞിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കേ, പിതാവിന്റെ സ്നേഹം ആഴമായി ജോസഫിന്റെ മേലുണ്ടായിരുന്നു. ഇനി അത് മാത്രമല്ല, ഒരു അങ്കിയും കൂടെ അവനെ ധരിപ്പിച്ചു. അധികാരത്തിന്റെ വസ്ത്രം, അവകാശത്തിന്റെ വസ്ത്രം ഈ ജോസഫിന്റെ മേൽ കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു ദിവസം രാവിലെ ജോസഫ് എഴുന്നേറ്റപ്പോൾ താൻ കണ്ട സ്വപ്നം തന്റെ സഹോദരങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത സമയത്ത് ജോസഫിന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു, എന്റെ സഹോദരന്മാർ എന്നെ ഭയങ്കരമായി സ്നേഹിക്കും, ഈ സ്വപ്നത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന. പക്ഷേ എന്ന് ജോസഫ് ഈ സ്വപ്നം പബ്ലിക്കിൽ ഡിക്ലെയർ ചെയ്തോ, അന്നു മുതൽ വീട്ടിൽ ഒറ്റപ്പെടാൻ തുടങ്ങി. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവിക പദ്ധതിയിലാണ് ജോസഫ് ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അന്നു മുതൽ സഹോദരന്മാർ അവൻ തന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കി. വീടിനകത്ത് താൻ തനിച്ചാകുന്നത് പോലെ ആകുന്ന ഒരു സ്റ്റേജ് ഉണ്ടായി. നിങ്ങൾക്ക് ചരിത്രം നന്നായിട്ട് അറിയാം. ജോസഫിന്റെ പിന്നത്തേതിലുള്ള ജേർണി തനിച്ചുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ആ തനിച്ചുള്ള യാത്ര ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പല വേദഭാഗങ്ങളും ഇങ്ങനെ എടുത്ത് എന്താണ് ഇന്ന് രാത്രി പ്രസംഗിക്കേണ്ടത്, ദൈവാത്മാവ് എന്നോട് വളരെ ശക്തമായി പ്രസംഗിച്ചു. പ്രസംഗിക്കാൻ എന്നെ പ്രേരിപ്പിച്ച വചനഭാഗമാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവര് ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ പുറമെ അവരെ കണ്ടാൽ ഒരുപക്ഷെ അങ്ങനെ തോന്നുന്നില്ല, പക്ഷെ ജീവിതത്തിൽ എവിടെയോ തനിച്ചായവരുണ്ട്. വീടിനകത്ത് തനിച്ചായവരുണ്ട്. ജോസഫിനെ പോലെ തനിച്ചായവരുണ്ട്. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, എന്റെ പദ്ധതിയിൽ നീ തനിച്ചല്ല. നിന്നെ ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ പദ്ധതിയാണ്. എന്താണ് എന്റെ പദ്ധതി? വാസ്തവത്തിൽ ജോസഫ് എന്ന ഈ മനുഷ്യനെ ദൈവം കണ്ട ഒരു പദവിയുണ്ട്.
ആ പദവിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ മനുഷ്യൻ ഒറ്റപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രി സ്വർഗം ശക്തമായി ഇടപെടുകയാണ്. ജീവിതത്തിന്റെ യാത്രയിൽ എവിടെയെങ്കിലും തനിച്ചായി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവ കരം കൊടുത്ത് അവ കുടുംബജീവിതം ആരംഭിച്ചു, എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കേണ്ട വ്യക്തി തന്നെ വേദനിപ്പിക്കുന്നു. അവ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോടുകൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പലരും ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം ശക്തമായി ഇടപെടുകയാണ്. എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ തനിച്ചാക്കിയിട്ടില്ല. അവന്റെ പദ്ധതിയിൽ അവൻ ഒറ്റപ്പെടലുണ്ട്, പക്ഷെ അവൻ ഒരിക്കലും നിന്നെ തനിച്ചാക്കത്തില്ല. അവന്റെ പദ്ധതിയിൽ ഒരു ഒറ്റപ്പെടലുണ്ട് എന്ന് മാത്രം തിരിച്ചറിയുക. തനിച്ചവൻ വിടുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് വീട്ടിൽ താൻ ഒറ്റപ്പെട്ടു. തന്റെ ജീവിതത്തിന്റെ യാത്രയിൽ താൻ ഒറ്റപ്പെട്ടവനായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനിയും വേഗത്തിൽ രണ്ടാമതൊരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം. അത് എന്ന് പറയുന്ന ഒരു സഹോദരി ജീവിതത്തിൽ മറുപടി ഇല്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഹന്ന വീടിനകത്ത് ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടേണ്ടവളാണ്. എന്നാൽ തനിക്ക് ഒരു കാലം മുഴുവനും മറുപടിയില്ലാതെ ജീവിതത്തിൽ കരയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഭർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എല്ലാവരെക്കാളും പകരക്കാരനായി നിൽക്കും, അവൻ മക്കളെക്കാൾ പകരക്കാരനായിട്ട് ഞാൻ നിൽക്കും. പക്ഷെ ആ സ്നേഹത്തിനൊന്നും ഈ സഹോദരി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ആശ്വാസം പകരേണ്ട പലരും തന്റെ മുമ്പിൽ നിന്ന് മറുപടികൾ എടുത്തിങ്ങനെ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സഹോദരിക്ക് ഒരു കുഞ്ഞില്ല, പക്ഷെ വീട്ടിനകത്ത് വേറെ പലർക്കും കുഞ്ഞുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മറുപടി ഇല്ലാത്ത ഈ സഹോദരി മറുപടി ലഭിച്ചവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ താൻ തനിച്ചാകുന്നത് പോലെ തോന്നി. അയ്യോ, എവിടെയോ എന്റെ ദൈവം എന്നെ തനിച്ചാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് അല്പസമയത്തേക്കുള്ള ഒരു യാത്ര മാത്രമായിരുന്നു. എന്റെ ദൈവം ആ സഹോദരിയോട് മനസ്സലിഞ്ഞ് ഒരു തലമുറയെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് ഞാനും നിങ്ങളും തനിച്ചാകേണ്ടവരാണ്. ഒരു നല്ല സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട് തനിച്ചാകേണ്ടവരാണ്. ജീവിതത്തിൽ എല്ലാവരും കാണുമെന്ന് വിചാരിക്കരുത്. മക്കൾ കാണുമെന്ന് ചിന്തിക്കരുത്. ഭാര്യ കാണുമെന്ന് ചിന്തിക്കരുത്. ഞാനും നിങ്ങളും ജീവിതത്തിന്റെ യാത്രയിൽ പലയിടങ്ങളിലും തനിച്ചാകുന്നവരെ പോലെ ആയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നീ തനിച്ചായിട്ടുണ്ടെങ്കിൽ അത് എന്റെ പദ്ധതിയാണ്. അതിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട് എന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയണം. ഒരു നല്ലൊരു ആമേൻ ഉറക്കെ പറയാം. പരിചയപ്പെടുത്താം. അത് മറ്റാരുമല്ല, ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. ക്രൂശിൽ അവൻ തനിച്ചായി തന്റെ ജീവിതത്തിന്റെ യാത്രയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. രക്ഷയുടെ പദ്ധതിക്ക് വേണ്ടി ഈ താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന യേശു, നമുക്ക് എല്ലാവർക്കും അറിയാം, തന്റെ ജീവിതത്തിന്റെ യാത്ര നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ വലിയ തകർച്ചകൾ വന്നപ്പോൾ ഗതസമന തൊട്ടുള്ള ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവർ കൂടെ നിൽക്കാം, മരിക്കാം എന്നൊക്കെ പറഞ്ഞ, ആര് കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ല എന്ന് പറഞ്ഞ് ചേർന്ന് നിന്നവർ ജീവിതത്തിൽ അവൻ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവൃത്തി വെളിപ്പെട്ടപ്പോൾ അവൻ യേശുവിനെ തനിച്ചാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ തനിച്ചാകുന്ന നിമിഷങ്ങളുണ്ട്. ഞാൻ അത് വീണ്ടും വീണ്ടും പറയാണ്. ജീവിതത്തിൽ തനിച്ചാകുന്ന നിമിഷങ്ങളുണ്ട്. യേശു അതേപോലെ ആയി. പിതാവായ ദൈവം തന്നെ കൈവിട്ടോ എന്ന് പോലും ചിന്തിക്കത്തക്ക രീതിയിൽ അവൻ എന്റെ ദൈവമേ കൈവിട്ടതെന്ത് എന്ന് പോലും ചോദിക്കുന്ന, എന്റെ ദൈവമേ പിതാവേ നീ എന്റെ മുഖം നിന്റെ മുഖം പോലും മറച്ചോ എന്ന് പോലും ചോദിക്കത്തക്ക രീതിയിലുള്ള തനിയെ ആകുന്ന ഒരു സാഹചര്യം യേശുവിന്റെ ജീവിതത്തിലും ഉണ്ടായി. എന്താണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദൂതിന്റെ ഗൗരവം? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ യാത്രയിൽ എവിടെങ്കിലും ഒറ്റപ്പെട്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അത് ദൈവിക പദ്ധതിയാണ്. ഒന്ന് നന്നായി സ്തോത്രം ചെയ്താട്ട്. എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയെങ്കിൽ, നിങ്ങളെ തനിച്ചാക്കിയെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിനകത്ത് നിങ്ങൾ തനിയെ ആയെങ്കിൽ സ്വർഗം പറയുന്നു അവൻ ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? എന്നെയും നിങ്ങളെയും ദൈവത്തിന് അധികമായി ആവശ്യമുള്ളത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആക്കിയത്. ഇന്ന് രാത്രി പത്മോസിനകത്ത് കിടക്കുന്നത് പോലെ ജീവിതത്തിൽ തനിയെ യാത്ര ചെയ്യുന്ന ആരോ ഈ രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ശക്തമായി ദൂത് പറയുന്നു. അവൻ ഡാഡിയുണ്ട്, മമ്മിയുണ്ട്,
ഉണ്ട്, സിബിലിങ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എവിടെയോ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ചിലര് ഈ രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. യു ആർ നോട്ട് അലോൺ. കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ മേലുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മണിക്കൂറുകളിലേക്ക് വന്നിരിക്കുന്ന ദൈവമൈതലേ, ഈ യാത്രയിൽ കർത്താവ് കൂടെയുണ്ട്. അല്പസമയത്തേക്ക് നിന്നെ തനിച്ചാക്കിയെങ്കിലും എന്നേക്കുമായിട്ടല്ല അവൻ തനിച്ചാക്കുന്നത്. അല്പസമയത്തേക്ക് മാത്രമാണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് വിശ്വാസത്തോടെ പറ, എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. എന്റെ ജീവിത യാത്രയിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ ദാസൻ അവൻ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞൊരു പദമാണ് ഒരു ഷിഫ്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ആത്മീയമായ ഒരു ഭയങ്കരമായ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ പോയ ഞാൻ ദൈവസഭയോട് പറയാം, ഈ ഫാസ്റ്റ് ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് അവൻ കയ്യിലെടുത്ത് അവരെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നവരുടെ കൂടെ ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്, അല്പസമയത്തേക്ക് നിന്നെ ഞാൻ തനിച്ചാക്കിയെങ്കിൽ അത് എന്നേക്കുമല്ല, അത് ഒരിക്കലും ഞാൻ അനുവദിക്കത്തില്ല. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞ ദൂതനെ സ്വീകരിച്ചാട്ട്. പത്മോസ് തനിച്ചാകുന്ന ഇടമാണ്. എല്ലാവരും പറഞ്ഞേ, പത്മോസ് തനിച്ചാകുന്ന ഇടമാണ്, ഒറ്റപ്പെടലിന്റെ ഇടമാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, പത്മോസ് മടങ്ങി വരവിന്റെ സ്ഥലമല്ല. പത്മോസ് ഒരു തിരിച്ചുവരവിന്റെ ഇടമല്ല. പത്മോസ് ഒറ്റപ്പെടലിന്റെ ഇടമാണ്, തനിച്ചാകുന്ന ഇടമാണ് പത്മോസ് എന്ന് പറയുന്നത്. ഇനി വേഗത്തിൽ ഞാൻ അടുത്ത ഭാഗങ്ങളിലേക്ക് വരാം. ഇനി പത്മോസിലേക്ക് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ഈ പത്മോസിനകത്ത് കാണാൻ പോകുന്ന ചില കാഴ്ചകളുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ് പത്മോസിനകത്ത് ഉണ്ടായിരിക്കുന്നത്. എന്താണ്? ഞാൻ വേഗത്തിൽ പറയാം. നിങ്ങൾ ഈ പത്മോസിലേക്ക് ഒന്ന് കയറി നോക്കണേ. അവിടെ താൻ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരിക്കലും തന്റെ കണ്ണിന് ഇമ്പമായ കാഴ്ചകളല്ല. നിങ്ങൾക്കറിയാം, ആ ദ്വീപിനകത്തേക്ക് താൻ കയറുന്നതിന് മുമ്പേ തനിക്ക് മുമ്പേ കയറിയ കുറ്റവാളികൾ അവിടെ മരിച്ചു കിടപ്പുണ്ട്. ഡെഡ് ബോഡികളാണ് താൻ കാണുന്നത്. അവൻ ശവശരീരങ്ങളാണ് കാണുന്നത്. അവൻ എല്ലുകളാണ് കാണുന്നത്, തലയോട്ടികളാണ് കാണുന്നത്. തീഞ്ഞഴുകിയ എന്താ പറയുന്നത്, ശവശരീരങ്ങളാണ് എവിടെ കാണുന്നത്? പത്മോസിനകത്ത് കാണുന്നത്. എന്ന് പറഞ്ഞാൽ പത്മോസ് എന്ന അനുഭവത്തിനകത്ത് ഒരു അനുകൂലമായ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എന്റെ കണ്ണിനെ ആനന്ദിപ്പിക്കുന്ന ഒരു കാഴ്ചയും പത്മോസിനകത്ത് കാണത്തില്ല. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയില്ലാത്ത കാഴ്ചകളാണ് പത്മോസിനകത്ത് കാണുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ചില സമയത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന കാഴ്ചകളല്ല, പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത കാഴ്ചകൾ ഞാനും നിങ്ങൾ കാണും. അതാണ് പത്മോസ്. ഞാൻ ഒന്നും കൂടെ അത് ആവർത്തിക്കാം. പ്രതീക്ഷിക്കാത്ത കാഴ്ചകൾ കാണുന്ന ഇടമാണ് പത്മോസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിന്, എന്റെ കാഴ്ച ഒരിക്കലും പ്ലസന്റ് ആയിരിക്കത്തില്ല. ഞാൻ കാണുന്നതൊക്കെയും എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരിക്കും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അല്പസമയത്തേക്ക് ദൈവം എന്നെയും നിങ്ങളെയും പത്മോസ് എന്ന അനുഭവത്തിലേക്ക് ആക്കിയെങ്കിൽ ഇപ്പോൾ യാതൊന്നും കാണുന്നില്ല. ഇന്ന് രാത്രി ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. അടുത്ത ചില മണിക്കൂറുകളുടെ കഴിയുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർ ഇന്ന് രാത്രി എന്റെ കൂടെ ചേർന്ന് ആമേൻ പറയും? കണ്ണുകളിലൂടെ കാണുന്ന കാഴ്ചകളൊക്കെയും നിരാശയുടെ കാഴ്ചകളാണെങ്കിൽ ആമേൻ സ്തോത്രം, സ്വർഗം പറയാണ് അല്പസമയത്തേക്ക് നീ അത് കാണാൻ ആമേൻ സ്തോത്രം വിധിക്കപ്പെട്ടവനാണ്. പക്ഷേ അധിക സമയം നിന്നെ ഞാൻ കാണാൻ അനുവദിക്കത്തില്ല. എന്റെ ദൈവം കാണിക്കാൻ പോകുന്ന കാഴ്ച സ്വർഗീയമായ കാഴ്ചയാണ്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ഞാൻ ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് കൈമാറുന്നത്, ഇന്നലെ വരെ കണ്ടത് മുഴുവനും നെഗറ്റീവ് ആണെങ്കിലും ഒരു ദൈവപ്രവൃത്തി കാണാൻ പോലും കഴിയാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ പുറമെ നോക്കിയ എല്ലാം നന്നായി എന്ന് തോന്നുന്നു. പക്ഷേ അകത്തെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ പലതും നിരാശയുടെ അനുഭവങ്ങളായി മാറുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവൻ അല്പസമയത്തേക്ക് നീ കാണുന്ന കാഴ്ച നെഗറ്റീവ് കാഴ്ചകളാണെങ്കിലും അത് അധിക സമയം നീളുകയില്ല. നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ശക്തമായി എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയമായ കാഴ്ചകൾ കാണിക്കാൻ പോകുന്ന ദിവസങ്ങളും മണിക്കൂറുകളും നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ ഈ ദൂത് സ്വീകരിച്ചിട്ട് പറ, ഐ എം ഗോയിങ് ടു സീ സംതിങ് ന്യൂ.
അവൻ ഇതുവരെ കാണാത്ത ഹെവൻലി റെവലേഷനിലേക്ക് ദൈവം എന്നെ നടത്താൻ പോകുന്ന ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗെറ്റ് റെഡി. നിങ്ങൾ കാണാൻ പോകുകയാണ്. പത്മോസിലെ ശവശരീരങ്ങളല്ല കാണാൻ പോകുന്നത്, പത്മോസിലെ തലയോട്ടിയല്ല കാണാൻ പോകുന്നത്, ഉയരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുകയാണ്. സ്വർഗം അതിനു വേണ്ടി നിങ്ങളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? ഈ രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ക്യാൻ യു ബിലീവ്? ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ എന്റെ കൂടെ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ചിലത് കാണാൻ പോകുകയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ചിലത് കാണാൻ പോകുകയാണ്. ഖത്തറിന്റെ മണ്ണിൽ കാണാൻ പോയി. ഐ എം ഗോയിങ് ടു സീ സംതിങ് ന്യൂ. അപ്പൊ എല്ലാവരും പറഞ്ഞാട്ടെ, ഐ എം ഗോയിങ് ടു സീ സംതിങ് ന്യൂ. പുതിയത് കാണാൻ പോകുകയാണ്. ഇന്നലെ വരെ കണ്ടതല്ല. ഐ എം ഗോയിങ് ടു സീ സംതിങ് ന്യൂ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ദൈവസഭയ്ക്കകത്ത് ചില പുതിയത് സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. രാമശകന്ധന. ഇത് വെറുതെ പറയുന്ന വാക്കുകളായിട്ട് നിങ്ങൾ എടുക്കരുത്. എന്റെ ദൈവം ചർച്ചിനകത്ത് പുതിയ കാര്യങ്ങൾ ദൈവം ഷോ ചെയ്യാൻ പോകുന്ന ഒരു സീസണിലേക്ക് സഭയെ ദൈവം മാറ്റാൻ വേണ്ടി പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇവിടെ താൻ കാണുന്ന കാഴ്ചകൾ മുഴുവനും തന്റെ കണ്ണിനെ അവൻ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഇനി ഞാൻ ഈ മനുഷ്യൻ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പത്മോസിൽ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ വേഗത്തിൽ പറയാം. അതികഠിനമായ ചൂടാണ് പത്മോസ് എന്ന് പറയാൻ നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര ചൂടാണ്. ഇവിടെ 40 ഡിഗ്രിയിലേക്കൊക്കെ വന്നു എന്നുള്ളതാണ് വാർത്ത കേൾക്കുന്നത്. ഗൾഫിലായിരിക്കുന്നത് നിങ്ങൾക്ക് ചൂട് എന്താണെന്നറിയാം. എത്ര സമയം നമുക്ക് ചൂടിൽ നിൽക്കാൻ കഴിയും? എത്ര സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ചൂടിൽ, അല്ലെങ്കിൽ ആ കഠിനമായ ചൂടിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പത്മോസ് എന്ന് പറയുന്നത് ഒരു തരിശു നിലമാണ്. അവിടെ ഒരു മരമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പാറക്കെട്ടുകളാണ്. ഈ മനുഷ്യൻ അതിനകത്ത് കയറുമ്പോൾ തനിക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പക്ഷെ കഴിയത്തില്ല. തണലില്ലാത്ത സ്ഥലമാണ് പത്മോസ്. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂതും കൂടെ പറയട്ടെ, അതിന്റെ കൂടെ ചേർത്ത് പറയട്ടെ. അതികഠിനമായ ചൂടിന്റെ ഇടമാണ് പത്മോസ്. ഒരു നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇതുവരെ കടന്നു പോകാത്ത അതികഠിനമായ ചൂടിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, താങ്ക് യു ലോർഡ്, ഇറ്റ്സ് യുവർ പ്ലാൻ. എഫെസോസിൽ നിന്ന് എന്നെ വേഗത്തിൽ ഇവിടേക്ക് നീ മാറ്റിയെങ്കിൽ ഐ താങ്ക് യു, ബിക്കോസ് യുവർ പ്ലാൻ ഈസ് സംതിങ് ഗ്രേറ്റർ ദാൻ മൈ പ്ലാൻ. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ അതികഠിനമായ ശോധനയിലൂടെ പോകുന്ന സീസണുകളുണ്ട് കേട്ടോ. ആരോടൊക്കെ പറയുന്നു? പുറമെ ചിരിക്കുന്നുണ്ട്, ബട്ട് അകം കത്തുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി പാസ്റ്റർ റെജി ശാസ്താംകോട്ട പ്രസംഗിക്കേണ്ട മീറ്റിംഗ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ മേൽ വീണ ഒരു നിയോഗമാണ് നിങ്ങളുടെ മധ്യേ ഈ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. വളരെ വ്യക്തമായ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ജീവിതങ്ങൾക്ക് കൈമാറുകയാണ്. അതികഠിനമായ ചൂടിലൂടെ കടന്നു പോകുക, ജീവിതത്തിന്റെ ചൂടേറിയ അനുഭവം. ആരും അറിയുന്നില്ല. ഒന്ന് ആശ്വസിക്കാൻ, എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കാൻ ഒന്ന് ശ്രമിച്ചാൽ പോലും ഒരു തണലില്ലാതെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് പത്മോസ്. ബട്ട് ഡോണ്ട് വറി, ഇറ്റ്സ് മൈ പ്ലാൻ. അധിക സമയം ഇത് നീളുകയില്ല. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, അധിക സമയം ഞാൻ ഇത് അനുവദിക്കത്തില്ല. അല്പസമയത്തേക്ക് മാത്രമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറയും. ഇഫ് യു ബിലീവ് ദിസ് ഈസ് ദ വേർഡ് ഫ്രം ദ ലോർഡ്, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ ജസ്റ്റ് അതിന് ആമേൻ പറഞ്ഞിട്ട് പറയാം, കർത്താവേ താങ്ക് യു, യുവർ പ്ലാൻ ഈസ് സംതിങ് സംതിങ് ഗ്രേറ്റർ ദാൻ മൈ പ്ലാൻ. എന്റെ പ്ലാനിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു പ്ലാൻ. അല്പസമയം ഞാൻ അതികഠിനമായ ശോധനയിലൂടെ പോയാൽ താങ്ക് യു ഡാഡി, ഐ വിൽ ടോളറേറ്റ്. ഞാനത് ഐ വോണ്ട് ടോളറേറ്റ് എന്നല്ല ഞാൻ, ബട്ട് ഐ വിൽ, ഞാനത് സഹിക്കാൻ തയ്യാറാണ്. ബിക്കോസ് ദിസ് ഈസ് യുവർ പ്ലാൻ. ഇത് നിന്റെ പ്ലാൻ ആണെന്ന് പറയുവാൻ ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും അധരങ്ങൾ തുറക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യങ്ങൾ ഞാൻ വേഗത്തിലൊന്ന് വിശദീകരിക്കാൻ പോകുകയാണ്. ഈ പത്മോസിൽ ഇനി അവിടെ നിന്ന് അടുത്തൊരു ചുവട് വെക്കാൻ പറ്റത്തില്ല. പത്മോസിന്റെ നെക്സ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്ത സ്ഥലമാണ് പത്മോസ്. എന്താണെന്നറിയാമോ? അവിടെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉഗ്രവശമുള്ള എന്തോ ഉണ്ട്? പാമ്പുകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പാമ്പ് പോലെയല്ല. പ്രത്യേകിച്ച് ചൂടുള്ള സ്ഥലങ്ങളിലുള്ള പാമ്പുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഭയങ്കര വിഷമുള്ള പാമ്പുകളായി. വാസ്തവത്തിൽ ഈ മനുഷ്യൻ കാല് വെക്കാനായി അടുത്തൊരു സ്റ്റെപ്പ് വെച്ചാൽ തന്റെ സ്റ്റെപ്പിന്റെ മുമ്പിൽ കിടക്കുന്നത് എന്താണെന്നറിയാമോ?
ഉഗ്രവശമുള്ള പാമ്പുകൾ, തല പൊക്കി നിൽക്കുന്ന പാമ്പുകളാണ് എവിടെയുള്ളത്? പത്മോസിൽ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ടിട്ടില്ലായിരിക്കാം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. പത്മോസ് എന്ന ജീവിത അനുഭവത്തിൽ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. വെച്ചു കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ പൈശാചിക വ്യാപാരങ്ങൾ ശക്തമായി വെളിപ്പെട്ട് നിൽക്കും. ഞാനും നിങ്ങളും ഈ യാത്ര തുടരുമ്പോൾ പലപ്പോഴും നമ്മൾ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കാറുണ്ട്, അല്ലെ? ബൈ ഫെയ്ത്ത് നമ്മൾ മുമ്പോട്ട് പോകാറുണ്ട്, അല്ലെ? ബൈ ഫെയ്ത്ത് നമ്മൾ കോൺകർ ചെയ്യാറുണ്ട്, അല്ലെ? പലപ്പോഴും വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കുമ്പോഴും ആ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് പോലെ എടുത്തു വെക്കാൻ കഴിയാതെ പലപ്പോഴും ഞാൻ നിങ്ങൾ സ്ട്രക്കായിരിപ്പുണ്ട്, അല്ലെ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ എവിടെയെങ്കിലും സ്ട്രക്ക് ആയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അധികം നാള് ദൈവം അത് അനുവദിക്കത്തില്ല. എന്റെ ദൈവം അവിടെ തുറക്കാൻ പോകുന്ന ഒരു ഡോർ ഉണ്ട്. വിശ്വസിക്കുന്നവർ എന്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ട് ആമേൻ. ഞാൻ കാണാൻ പോകുകയാണ്. എന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകളുടെ മുമ്പിലും ഉഗ്രവശമുള്ള പാമ്പുകളാണ് ഇപ്പോൾ വെളിപ്പെട്ട് നിൽക്കുന്നത്. ഉഗ്ര പൈശാചിക ശക്തികളാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവം എന്റെ തലയ്ക്ക് മീതെ തുറക്കാൻ പോകുന്ന ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഈ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പത്മോസിൽ സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തില്ല. ഇനി നിങ്ങൾ അടുത്ത ഭാഗം ശ്രദ്ധിക്കണേ. പത്മോസിന്റെ അടുത്ത എക്സ്പീരിയൻസ് ഞാൻ വേഗത്തിൽ പറയാം. അവിടെ എന്തുണ്ടെന്ന് അറിയാമോ? കഴുകന്മാരുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കഴുകന്മാരുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കഴുകന്മാർ. അവിടുത്തെ കഴുകന്മാരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവിടുത്തെ കഴുകന്മാർ മനുഷ്യനെ പൊക്കിയെടുക്കാൻ കഴിവുള്ള കഴുകന്മാരാണ് പത്മോസിലെ കഴുകന്മാർ. നമ്മൾ പരുന്തിനെ കണ്ടിട്ടുണ്ട്, സൂവിലെ കഴുകന്മാരെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ കഴുകന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊത്തിയെടുക്കാൻ അല്ലെങ്കിൽ പൊക്കിയെടുക്കാൻ കഴിവുള്ള വലിയ കഴുകന്മാരാണ് പത്മോസിലുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ പത്മോസ് എന്ന എക്സ്പീരിയൻസിനകത്തോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ജീവനോടെ ഈ കഴുകന്മാർ വന്ന് മനുഷ്യ ശരീരങ്ങളെ എടുക്കും, മനുഷ്യനെ എടുക്കും. എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? നേരത്തെ ഞാൻ പറഞ്ഞു, പാറക്കെട്ടുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ട് ചെന്നാല് അവിടെ കഴുകന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് പറയാണ്. അവിടെ ചെല്ലുമ്പോൾ ചെറിയ ചെറിയ കഴുകന്മാർ അവിടെ ഉണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം? ഈ പാറ എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആർക്കും അവിടെ കാണാൻ കഴിയത്തില്ല. അവിടേക്ക് കൊണ്ടുപോയതിനു ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം? അവിടെ കൊണ്ടങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കഴുകന്മാർ മുഴുവനും വന്ന് എന്താ പറയുന്നത്, കൂർത്ത എന്താ പറയുന്നത്, ആ നഖം കൊണ്ട് അറിയാലോ, ഇങ്ങനെ പിടിച്ചു വലിച്ചു കീറും. പച്ച മാംസം ഇങ്ങനെ പിടിച്ചു വലിച്ചു. അതിക്രൂരമായ പീഡയാണ് പത്മോസിൽ അവൻ അനുഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി കേൾക്കണേ, ഞാൻ ഈ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയല്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒരു മനുഷ്യനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവനെ വലിച്ചു കീറി ജീവനോടെ പച്ചയ്ക്ക് തിന്നുന്ന സ്ഥലമാണ് അവൻ പത്മോസ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഉയരത്തിലേക്കൊന്ന് നോക്കാൻ ശ്രമിച്ചാലും ഇറങ്ങി വരുന്ന കഴുകന്മാരാണ്. ഇന്ന് രാത്രി പൈശാചിക ശക്തികൾ എനിക്കും നിങ്ങൾക്കും മീതെ ശക്തമായി വട്ടമിട്ട് പറക്കുമ്പോഴും എന്റെ ദൈവം പറയുന്നു, ഞാൻ അനുവദിക്കാതെ നിന്റെ രോമത്തെ പോലും തൊടാൻ പറ്റത്തില്ല. നല്ലൊരു ആമേൻ പറഞ്ഞാട്ട് ഇന്ന് രാത്രി ഖത്തറിൽ ആരാധിക്കുന്ന ദൈവ വൈതലെ, എന്തുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? അഭിസ്തോത്രം. ഞാനും നിങ്ങളും ഈ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ പലപ്പോഴും എന്നെയും നിങ്ങളെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ തകർക്കുവാൻ പിശാച് പലപ്പോഴും പദ്ധതികൾ ഒരുക്കിയതാ. നിങ്ങൾക്കറിയാമോ? എന്റെയും നിങ്ങളുടെ ജീവിതത്തെ പച്ചയ്ക്ക് ഇങ്ങനെ ചീന്താനായി പദ്ധതികൾ ഒരുക്കിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം അത് അനുവാദിക്കാതെ എന്നെയും നിങ്ങളെ സൂക്ഷിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും? എന്റെ രോമത്തെ പോലും തൊടാതെ, എന്റെ ത്വക്ക് തൊടാതെ, പൈശാചിക മണ്ഡലങ്ങൾക്ക് എന്റെ ശരീരം വിട്ടുകൊടുക്കാതെ എന്നെ സൂക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലുതാണ്. പത്മോസിൽ വിട്ടുകൊടുക്കാതെ എന്നെ സൂക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന് ഇന്ന് രാത്രി ആരാധന അർപ്പിച്ചുകൊണ്ട് ഞാനും നിങ്ങൾ പറയട്ടെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പത്മോസ് ഉണ്ട്. പക്ഷെ പത്മോസിനകത്ത് തീരാതെ സൂക്ഷിച്ച എന്റെ ദൈവത്തിന്റെ കരത്തിന് ഈ രാത്രി നമുക്ക് ഒരുമിച്ച് നന്ദി പറയുവാൻ ഇടയാകട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ കിടന്ന ഒരു ദൈവ മനുഷ്യന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതമാണ് ഞാൻ വായിച്ച കുറിവാക്യം. എനിക്ക് നന്നായിട്ട് അറിയാം, കുറിവാക്യത്തിൽ നിന്ന് എനിക്കൊരു വാക്ക് പോലും പ്രസംഗിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്നറിയാം. എങ്കിലും വളരെ വേഗത്തിൽ ലഭിച്ച സമയത്തിനുള്ളിൽ ഈ സംഭവത്തെ എനിക്കൊന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്.
ഉപവാസ പ്രാർത്ഥന തീരാൻ പോവുകയാണല്ലോ. നമുക്ക് ഒരുമിച്ച് ഈ ദൂതിന്റെ പ്രകാശനങ്ങളിലേക്ക് വേഗത്തിൽ വരാം. ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യൻ കിടക്കുമ്പോൾ ദൈവം എന്താ ചെയ്തത് നിങ്ങൾക്ക് കേൾക്കണമോ? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എല്ലാവരും പറഞ്ഞു കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. ഞാൻ ഒന്നും കൂടെ പറയാം. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. നിങ്ങളുടെ ട്രാൻസ്ലേഷനും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കും. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. കർത്തൃ ദിവസത്തിൽ ഞാൻ എന്ത് ചെയ്തു? ആത്മവിവശനായി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. താൻ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ്: തനിക്ക് മീതെ ഒരു ആത്മമണ്ഡലം തുറന്നു വരികയാണ്. ഒരു നല്ലൊരു ആമേൻ പറയണേ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ശുശ്രൂഷ നടക്കുമ്പോൾ പ്രവാഹമെന്നിൽ ആമേൻ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നെ കൺഫേം ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ, ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ നിങ്ങളുടെ മേൽ ഒരു ആത്മമണ്ഡലം ദൈവം തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? How many of you believe that God is going to pour out his spirit? അവന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ പത്മോസിൽ ഉള്ളതൊന്നും തൊടാതെ തന്നെ കവർ ചെയ്ത ഒരു ആത്മസാന്നിധ്യം അവിടെ വ്യാപരിക്കുകയാണ്. ഈ രാത്രി ഞാൻ എന്റെ ഓഫീസ് റൂമിൽ ഇരുന്നു കൊണ്ട് ആ ദൈവസഭയ്ക്കകത്ത് ചർച്ച് ഹാളിലും ഈ സൂം പ്ലാറ്റ്ഫോമിലും ആയിരിക്കുന്ന തന്റെ ജനത്തോട് ഈ ദൂത് കൈമാറുമ്പോൾ ആത്മാവിന്റെ വലിയ ശക്തി അവിടെ പകരാൻ ദൈവത്തിന്. How many of you are ready to receive the power of the Holy Spirit? ഇന്ന് രാത്രി ആത്മശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ്, നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താനായി ഒരു വലിയ ആത്മശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരാൻ വേണ്ടി പോകുകയാണ്. ഒരു വലിയ കവറിങ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വിടാൻ പോവുകയാണ്. എല്ലാവരും റെഡി ആയിക്കും. ദൈവാത്മാവ്, എനിക്കറിയാം മൈലുകൾക്കപ്പുറമാണ് ഞാൻ ഇരിക്കുന്നത്, പക്ഷെ വചനത്തിന് ശക്തിയുണ്ട്. ഐ ബിലീവ് ദാറ്റ് ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തി ഈ വചനത്തിലൂടെ ആ റൂമിനകത്തേക്ക് ഇറങ്ങി വരുവാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഹിം. ഇന്ന് രാത്രി സാഹചര്യങ്ങളൊന്ന് എനിക്ക് നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ദൈവശക്തി അവൻ വ്യാപരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ വചനം പറയുമ്പോൾ തന്നെ ചിലരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? ഞാൻ വെറുതെ ശബ്ദമുണ്ടാക്കാൻ പറയുകയല്ല. ഈ രാത്രി ഐ ക്യാൻ ഫീൽ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദിസ് റൂം. ഐ ക്യാൻ ഫീൽ, എന്റെ ശരീരത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാണ്, he is going to pour out his spirit. എന്ന് പറഞ്ഞാൽ പത്മോസിനകത്ത് ദൈവം ഒരു ആത്മമണ്ഡലം തനിക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. അതുകൂടെ പറഞ്ഞ് വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും എന്നെ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചാണ്. ഇവിടെ താൻ കിടക്കുന്ന സാഹചര്യത്തെ ഞാൻ ഒന്ന് വിശദീകരിച്ചു. ഒറ്റപ്പെട്ടവനായി മടങ്ങി വരാത്തൊരു സാഹചര്യത്തിൽ, അതികഠിനമായ ചൂടിൽ താൻ കാണുന്ന കാഴ്ചകൾ മുഴുവനും നിരാശ. ഇനി വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പുകൾ പോലും വെക്കാൻ തനിക്ക് കഴിയാതെ താൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കഴുകന്മാരുടെ ചിറകടിയും കഴുകന്മാരുടെ പറക്കുന്ന ശബ്ദവും കേട്ട് സ്വത്രം ജീവിതത്തിൽ എന്നേക്കുമായി തകരാനായി പോകുന്ന ഒരു മനുഷ്യനെ പോലെ താൻ നിൽക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, ഐ വോണ്ട് അലോ, ഞാൻ അത് അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി സ്വർഗം പറയാണ്, ഞാൻ അത് അനുവദിക്കത്തില്ല. റിസീവ് ചെയ്താട്ട് ആ വേർഡൊന്ന് റിസീവ് ചെയ്ത്, ഞാൻ അത് അനുവദിക്കത്തില്ലെന്ന് പറ. എല്ലാവരും പറഞ്ഞു, ഞാൻ അത് അനുവദിക്കില്ല. ഹോളി സ്പിരിറ്റ് ഈസ് ടെല്ലിംഗ് ടു മീ, ഞാൻ അത് അനുവദിക്കത്തില്ല. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും മാത്രം, ഞാൻ അത് അനുവദിക്കത്തില്ല. പത്മോസിനകത്ത് ഞാൻ നിന്നെ തകർക്കാൻ അനുവദിക്കത്തില്ല. പത്മോസിനകത്ത് നിനക്ക് വേണ്ടി ഒരു ആത്മമണ്ഡലം തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? രാത്രി എനിക്കറിയാം ഒരു ദൂര പരിമിതി എനിക്കുണ്ട്, പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ആ ദൈവവചനത്തിന്റെ ശക്തി ചിലരെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ മേൽ ഒരു ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകും. കവറിങ്. ഇനി ഇത് ഇറങ്ങി വന്നാലുള്ള അനുഭവം ഞാൻ വേഗത്തിലൊന്ന് പറയാം. പിന്നെ താൻ കാണുന്നത് എന്താണെന്നറിയാം? ഒറ്റപ്പെടലല്ല, ബിക്കോസ് ഹി ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പത്മോസിൽ ആത്മസാന്നിധ്യം വെളിപ്പെട്ടാൽ തന്റെ ലോൺലിനെസ് മുഴുവനും അവിടെ ബ്രേക്ക് ആവും. ഇന്ന് രാത്രി ഈ വചനവും
ഈ ശുശ്രൂഷ ഇവിടെ വെളിപ്പെടുമ്പോൾ ലോൺലിനെസ്സിനകത്തായിരിക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഈ രാത്രി തുറന്നു വിടാൻ പോവുക. ഒരാമൻ പറഞ്ഞാട്ടെ. റൂമിനകത്ത് തനിയെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ എവിടെയോ എനിക്ക് ഞാൻ മാത്രം മതി എന്ന് പറയുന്ന ആരോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. God is telling to me ഇന്ന് രാത്രി I won't allow. പരിശുദ്ധാത്മാവ് പറയും, ഞാൻ അത് അനുവദിക്കത്തില്ല, നിന്നെ ഞാൻ തനിച്ചു വിടത്തില്ല, എന്റെ സാന്നിധ്യം നിന്നെ കവർ ചെയ്യാൻ പോവുക. ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ. എത്ര പേര് അത് പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് രാത്രി ആത്മസാന്നിധ്യത്താൽ കവർ ചെയ്യാൻ പോവുക. I am not alone, he is with me because his name is Emmanuel. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവൻ ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങൾക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയാത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം പകരാനായിട്ട് പോവുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. തിരിച്ചു വരവില്ലാത്ത സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ആത്മശക്തി ഇറങ്ങിയാൽ എത്ര താഴെ പോയാലും അവനെ അവിടെ നിന്ന് പൊക്കിയെടുക്കും. രാമൻ പറഞ്ഞേ, പൊക്കിയെടുക്കും. ഈ ആത്മശക്തി ഇറങ്ങി വന്നാൽ എത്ര താഴെ പോയാലും അവിടെ നിന്ന് പൊക്കിയെടുക്കും. നമ്മൾ പാടിയില്ല, പന്ത് പോലെ കുതിച്ചു പൊങ്ങുമെന്ന്. അങ്ങനെയെങ്കിൽ തിരിച്ചു വരവില്ലാത്ത പത്മോസിനകത്ത് ആത്മശക്തി ഇറങ്ങിയാൽ ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് പറയുന്ന സകല വിഷയങ്ങളും ആത്മശക്തിയാൽ പുറത്തു വരും. ആമേൻ പറഞ്ഞാട്ട്. ആത്മശക്തിയാൽ ചിലത് പുറത്തു വരാൻ പോവുക. റിസീവ് ചെയ്താട്ട്. ആത്മശക്തിയാൽ ചിലത് പുറത്തു വരാൻ പോവുക. ആത്മശക്തിയാൽ ചിലത് പുറത്തു വരാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗോഡ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലായിരിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ആഴത്തിലേക്ക് പോയി ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ല. ആര് പറഞ്ഞു മടങ്ങി വരത്തില്ല? അത് മുഴുവന് സ്വർഗത്തിലെ ദൈവം ആത്മശക്തിയാൽ പുറത്തു കൊണ്ടുവരാൻ പോകുക. ആത്മശക്തി ഇറങ്ങിയാൽ അത് തിരിച്ചു പിടിക്കും. ദൈവം ചിലരോട് പറയുന്നു, നീ തിരിച്ചു പിടിക്കാൻ പോവുക. നഷ്ടപ്പെട്ടത് ലോസ് ആയത് എന്നോട് ദൈവാത്മാവ് പറയുന്നു, ലോസ് ആയത്, കയ്യിൽ നിന്ന് കൈവിട്ടു പോയത് ദൈവം തിരിച്ചു തരാൻ പോവുകയാണ്. 2024 തീരുന്നതിന് മുമ്പേ ദൈവം തിരിച്ചു കയ്യിലേക്ക് തന്നിട്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽപ്പാൻ ദൈവം ചിലരുടെ മേൽ ഈ രാത്രി നിയോഗങ്ങൾ കൈമാറുകയാണ്. ഇത് വെറും വേടല്ല, അതൊരു പ്രൊഫറ്റിക്കൽ വേടാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, ദൈവം ചിലത് തിരിച്ചു തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ പോകുക. അവനാല് തുള്ളൻ ശേഷിപ്പിച്ചത്, പച്ചപ്പുഴു വീട്ടിൽ തിന്നത് ദൈവം തിരിച്ചു തരാൻ പോകുക. അത് ആത്മശക്തിയിലൂടെ ദൈവം തിരിച്ചു തരാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നഷ്ടപ്പെട്ടത് മുഴുവനും തന്റെ ശിഷ്യന്മാർക്ക് മാളിക മുറിയിൽ ആത്മാവിന്റെ ശക്തിയാൽ തിരിച്ചു കൊടുത്തതുപോലെ ഈ രാത്രി സ്വർഗം പറയുന്നു, നഷ്ടപ്പെട്ടത് മുഴുവനും സ്വർഗത്തിലെ ദൈവം ആത്മശക്തിയാൽ തിരിച്ചു തരികയാണ്. വിശ്വസിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചു വരും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ നോക്കണം, തന്റെ കാഴ്ചകൾ എന്തായിരുന്നു? കണ്ണിന് ഇമ്പമേറിയ ഒരു കാഴ്ച പോലും തനിക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഇപ്പോൾ ആത്മസാന്നിധ്യം ഇറങ്ങിയപ്പോൾ താൻ കാണുന്ന കാഴ്ച മുഴുവനും ആത്മമണ്ഡലത്തിലെ കാഴ്ചകളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന എന്താ പറയാ, ഡെഡ് ബോഡി അല്ല താൻ ഇപ്പോൾ കാണുന്നത്. അവിടുത്തെ എന്താ പറയുന്ന എല്ലിന്റെ സൈസ് അല്ല കാണുന്നത്. തീഞ്ഞളിയുന്ന ശവശരീരമല്ല കാണുന്നത്. ആത്മസാന്നിധ്യം ഇറങ്ങിയപ്പോൾ ആത്മമണ്ഡലത്തിലെ കാഴ്ചകൾ കാണാൻ തുടങ്ങി. ഇന്ന് രാത്രി റെഡി ആയിക്കോ കുഞ്ഞുങ്ങൾ. ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുകയാണ്, നിങ്ങളൊന്ന് റെഡിയാണോ? അമേശ്വത്രം അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കും. ആ വേട് അവിടെ റിലീസ് ആകട്ടെ. അമേശ്വത്ര യൗവനക്കാർ ദർശനങ്ങളെ കാണും. ഇന്ന് രാത്രി കേവലം നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ട. വി വാണ്ട് ടു സീ എ റിവൈവൽ ഇൻ അവർ നേഷൻ. ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഒരു ഉണർവിനെ അയക്കും. ഞാൻ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ഉണർവിന് വേണ്ടി ദൈവസഭയെ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ദർശനങ്ങളെ കാണിക്കാൻ പോകുക. ഈ ലോകത്തിന്റെ മ്ലേച്ഛതയല്ല അവർ കാണാൻ പോകുന്നത്. ഈ ലോകത്തിന്റെ തകർച്ചയല്ല അവർ കാണാൻ പോകുന്നത്. ആത്മസാന്നിധ്യത്തിലൂടെ ആത്മമണ്ഡലത്തിലെ കാഴ്ചകൾ അവർ കാണാനായിട്ട് പോവുകയാണ്. റെഡിയാണ് കുഞ്ഞുങ്ങൾ? റെഡിയാണോ? ഞാൻ കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ കാണുന്നു. ഇഫ് യു റെഡി, അപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി റെഡി ആണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരുന്ന നിങ്ങൾ കാഴ്ചകൾ കാണും. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവമക്കളെ, കാഴ്ചകൾ കാണുന്നവർ. ഈ ലോകത്തിന്റെ കാഴ്ചകൾ, ആത്മമണ്ഡലത്തിന്റെ കാഴ്ചകൾ, ദൂതന്മാർ ഇറങ്ങി വരുന്ന കാഴ്ച, ദൂതന്മാർ വന്നിരിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റുമോ? ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയത്തില്ല. ഹെവൻലി റലത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കാണാൻ ഇന്ന് രാത്രി ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഇസ്രായേലിന്റെ തേരും തേരാളിയുമായ ആ സൈന്യാധിപനായ സർവശക്തനായ ആമേ സൈന്യങ്ങളുടെ യഹോവയെ കണ്ടതുപോലെ ഇന്ന് രാത്രി ബാല്യക്കാരുടെ കണ്ണുകൾ തുറക്കട്ടെ.
യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. വെറുതെ കേൾക്കുകയല്ല, അവരുടെ കണ്ണുകൾ തുറക്കട്ടെ. ആ ഹോളിലിരിക്കുന്ന സകലരുടെ കണ്ണുകൾ തുറക്കട്ടെ. ലോകത്തിന്റെ കാഴ്ചയിൽ അവർ ഇനി കാണാൻ പോകുന്ന, ലോകത്തിന്റെ തകർച്ചയുടെ കാഴ്ചയല്ല കാണാൻ പോകുന്നത്, പ്രത്യാശയുടെ കാഴ്ച കാണാനായി ഈ രാത്രി ഒരു പുതിയ ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അവിടെ അത് റിലീസ് ആകട്ടെ. I release it in the name of Jesus. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓ ഹല്ലേലൂയ. നീ താൻ കാണുന്ന കാഴ്ച ആത്മമണ്ഡലത്തിലെ കാഴ്ചയാണെന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ തനിക്കെതിരെ അവിടെ വെല്ലുവിളിച്ചു നിൽക്കുന്ന സ്തോത്രം ആരുണ്ടെന്നറിയാമോ? ഉഗ്രവശമുള്ള പാമ്പുണ്ട്. ആത്മസാന്നിധ്യം വെളിപ്പെട്ടാൽ എന്റെയും നിങ്ങളുടെ മുമ്പിൽ ഒരു പൈശാചിക ശക്തി നിൽക്കത്തില്ല. ആരെയും പറഞ്ഞ് സ്വീകരിച്ചാണ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ദൈവജനത്തിന്റെ മുമ്പിൽ ഒരു പൈശാചിക ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. എന്താണ് അതിന്റെ തെളിവ്? ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. എന്തിനാ? പാമ്പിനെയും തേളിനെയും പറഞ്ഞാണ് ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കും. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് മറുപടി ഇല്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മസാന്നിധ്യം ഇറങ്ങി വന്നാൽ നിന്റെ മേൽ ഒരു അധികാരം വെളിപ്പെട്ട നീ ചവിട്ടാൻ പോകുന്നത് പൈശാചിക ശക്തികളുടെ മേൽ. ഇന്ന് രാത്രി ചില രോഗങ്ങളുടെ മേൽ ഞങ്ങൾ ഒരുമിച്ച് അധികാരത്തോടുകൂടെ കൽപ്പിക്കുകയാണ്. We proclaim the victory in the name of Jesus. Hallelujah. ഇന്ന് രാത്രി ഞങ്ങൾ അതിന്റെ മേൽ ജയമെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ രോഗസൗഖ്യങ്ങൾ അവിടെ നടക്കുകയാണ്. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ട് ശരീരങ്ങളെ വല്ലാതെ ദണ്ഡിപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, തളർച്ചയിട്ട് രോഗിയാക്കി എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. I proclaim the victory in the name of Jesus. ആത്മശക്തി വന്നപ്പോൾ അവിടുത്തെ പാമ്പിനെ മൈൻഡ് ചെയ്തില്ല. ആമേൻ പറഞ്ഞാട്ടെ, മൈൻഡ് ചെയ്യണ്ട. ഇന്ന് രാത്രി ആ ചില വിഷയങ്ങളെ മൈൻഡ് ചെയ്യണ്ട. ബിക്കോസ് ഓൾറെഡി കർത്താവ് അതിന്റെ മേൽ നമുക്കൊരു ജയം തന്നിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ രാത്രി ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, ലോർഡ് ഐ വാണ്ട് ടു സീ യുവർ ഗ്ലോറി. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മേൽ ഒരു ദൈവ മഹത്വം ഒന്ന് ചലിക്കണമേ? ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ 21 ഡേയ്സിന്റെ എൻഡ് ടൈമിൽ എൻഡ് മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല നിങ്ങളിൽ എത്ര പേർ ഈ മെസ്സേജിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ബട്ട് ഐ നോ, എനിക്ക് നന്നായിട്ട് അറിയാം, ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ലോർഡ് എന്റെ മേൽ ആ ആത്മമണ്ഡലം തുറക്കണമേ. എല്ലാവരും ഒന്ന് പറഞ്ഞു, എന്റെ മേൽ ആത്മമണ്ഡലം തുറക്കണമേ. എവരിബഡി, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. എല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആസ്തുരമേനിക ശാധരമന അങ്ങ് പകരണമേ. ഹല്ലേലൂയ, പകരണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ ആത്മശക്തി പകരണമേ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ലെറ്റ്സ് ബിഗിൻ ടു വർഷിപ്പ്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കർത്താവേ, ഒരു ആത്മമണ്ഡലം എന്നിലേക്ക് ഇറങ്ങി വരണമേ. ഒരാത്മമണ്ഡലം എന്നിലേക്ക് ഇറങ്ങി വരണമേ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അത് സംഭവിക്കും ദൈവമക്കളെ. ഞാൻ വിശ്വസിക്കുന്ന ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയും. ദൈവം നിങ്ങളെ ഒരു പ്രത്യേക മണ്ഡലത്തിലേക്ക് ഇന്ന് രാത്രി കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. ഷാധാരാമ പ്രഗതൽ കടക. അത് വിശ്വസിക്കുന്ന എല്ലാവരും ലെറ്റ്സ് ലിഫ്റ്റ് യുവർ വോയിസ്. എല്ലാവരും ഒന്ന് വായ്കളെ തുറന്ന് ആ ഹോളിൽ ഇരിക്കുന്ന എല്ലാവരും ശബ്ദമുയർത്തി ലെറ്റ്സ് ബിഗിൻ ടു വർഷിപ്പ്. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവർ കാണാൻ പോകുന്നത് സ്വർഗീയ കാഴ്ചകളാണ്. 7 പൊൻനില വിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന യേശുവിനെ കാണാൻ പോകുക. ഇന്ന് രാത്രി ഞങ്ങൾ കാണാൻ പോവുകയാണ്. ഇതുവരെ കാണാത്ത ഗ്ലോറി ഖത്തറിന്റെ മണ്ണിൽ കാണാൻ പോവുകയാണ്. We believe that, Lord, we are going to see your glory in our nation. ഞങ്ങളുടെ രാജ്യത്ത് അത് കാണാൻ പോകുകയാണ്. യെസ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാ ബാരിയേഴ്സിനും ബ്രേക്ക് ചെയ്യാണ്. ഞങ്ങളുടെ കണ്ണുകൾ ഇന്ന് രാത്രി തുറക്കണമേ. ആത്മശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ഹോളിൽ എല്ലാവരും ഒന്ന് കരങ്ങൾ, ഇഫ് യു വാണ്ട് ടു ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, നിങ്ങൾ കരങ്ങളെ അടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തുടങ്ങിയാണ്. ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം ഓരോ വ്യക്തിയുടെ മേൽ ഇറങ്ങട്ടെ, ഓരോ മക്കളുടെ മേൽ ഇറങ്ങട്ടെ, തലമുറകളുടെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അപ്പാ, അങ്ങയുടെ സാന്നിധ്യം അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചേ. ലോർഡ്, ഐ നീഡ് യു മോർ ദാൻ എനിത്തിങ്. എല്ലാറ്റിനേക്കാളും കർത്താവെ, ഒരു ആത്മാവുണ്ട്, സ്പിരിച്വൽ റെലം എനിക്ക് വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യണം. അത് സംഭവിക്കാൻ പോവുകയാണ്. അത് ഓപ്പൺ ആയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇമാജിനിങ് ചെയ്യാൻ കഴിയാത്ത ലെവലിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും. ഒന്ന് എല്ലാവരും പ്രാർത്ഥിച്ചോണ്ട്, ലോർഡ് എന്റെ മേലെ അത് പകരണമേ. ദൈവം പകരാൻ പോവുക. ഞാൻ വീണ്ടും പറയാ, ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യ ശുശ്രൂഷിക്കേണ്ട ദൈവത്തിന്റെ പ്ലാനാണ്. യെസ്, ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ആ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജനത്തിന്റെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ഞങ്ങൾ കേവലം അത് പറയുകയല്ല, ഞങ്ങൾ അനുഭവിക്കുക. ആത്മമണ്ഡലം തുറക്കട്ടെ. സ്പിരിച്വൽ റെലം ഓപ്പൺ ആകട്ടെ. ആ ചർച്ചിന്റെ മേൽ സ്പിരിച്വൽ റെലം ഓപ്പൺ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ അത് കൽപ്പിക്കുന്നു. കർത്താവെ, അത് ചെയ്യണമേ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാൻ പോയി. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അങ്ങ് ഞങ്ങളോട് ഇന്ന് രാത്രി സംസാരിച്ച പത്മാസിന്റെ എക്സ്പീരിയൻസ്, അത് എന്തെല്ലാം അത് ആരംഭങ്ങളായി ദൈവം മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തിനു വേണ്ടി, അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ജനത്തിന്റെ മേൽ ഒരു ആത്മമണ്ഡലം റിലീസ് ആകട്ടെ. ഒരാത്മമണ്ഡലം റിലീസ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. അവർ ഹോളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് എല്ലാവരും അനുഭവിപ്പാൻ അങ്ങയുടെ സ്പർശനം ഇപ്പോൾ തന്നെ എല്ലാവരിലും ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കഠിനമായിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം രൂപാന്തരപ്പെടട്ടെ. സംശയങ്ങൾ മാറട്ടെ. ഇതുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ദൈവം അത് ചെയ്തതിനായി സ്തോത്രം. സഭയും ദൈവദാസനെയും കുടുംബങ്ങളെല്ലാം അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആത്മമണ്ഡലത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ ഞങ്ങൾ ഇന്ന് രാത്രി റിസീവ് ചെയ്യുന്നു. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ദൈവസഭയ്ക്കും പ്രത്യേകിച്ച് പാസ്റ്റർക്കും എല്ലാ ദൈവ